ഇന്ത്യൻ ചലച്ചിത്ര ലോകത്ത് വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയ ഒരു ചിത്രമാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാവുന്നത്. തമിഴ് സൂപ്പർ താരം ചിയാൻ വിക്രവും മലയാളം ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രമായ മാർക്കോയുടെ നിർമ്മാതാവായ ഷെരീഫ് മുഹമ്മദ് എന്നിവരും ഒരുമിച്ച് നിൽക്കുന്ന ഈ ചിത്രം ഷെരീഫ് തന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പങ്കുവച്ചതാണ്. ഇതോടെ ഈ രണ്ട് പ്രശസ്ത വ്യക്തികൾ തമ്മിലുള്ള ഒരുമിക്കലിനെക്കുറിച്ചുള്ള ചർച്ചകൾ ആരാധകരിലും ചലച്ചിത്രപ്രേമികളിലും തുടക്കമായി. വൈറൽ ചിത്രം ചർച്ചകൾക്കു കാരണം. ചിയാൻ വിക്രമുമായി എന്ന് ഷെരീഫ് മുഹമ്മദ് ക്യാപ്ഷൻ നൽകിയ ഈ ചിത്രം മാർക്കോ 2 എന്ന സിനിമയിൽ വിക്രം അഭിനയിക്കുന്നതായോ അല്ലെങ്കിൽ ഷെരീഫിന്റെ നിർമ്മാണത്തിൽ ഒരു പുതിയ സിനിമയ്ക്കായോ ഒരുങ്ങുന്ന സൂചനയാണെന്ന് ആരാധകർ കരുതുന്നു. നിർമ്മാതാവിന്റെ രഹസ്യഭരിതമായ ക്യാപ്ഷൻ കൂടാതെ ഔദ്യോഗിക പ്രഖ്യാപനങ്ങളുടെ അഭാവം ആരാധകരുടെ കാത്തിരിപ്പിന് തുടക്കമിട്ടിരിക്കുകയാണ്. മാർക്കോയുടെ അസാധാരണ വിജയഗാഥ. മാർക്കോ എന്ന ചിത്രം മലയാള സിനിമയിൽ പുതിയ വഴിത്തിരിവായ സിനിമകളിൽ ഒന്നാണ്. ഹനീഫ് ആദേനി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ഉണ്ണി മുകുന്ദൻ ആണ് കേന്ദ്ര കഥാപാത്രമായി തിളങ്ങിയത്. അതിന്റെ അത്ഭുതകരമായ ആക്ഷൻ രംഗങ്ങളും ശക്തമായ കഥയും ധീരമായ കഥാസന്ദർഭങ്ങളും ഈ സിനിമയെ ശ്രദ്ധേയമാക്കി. അതിനൊപ്പം ഏറ്റവും ക്രൂരമായ മലയാള സിനിമകളിലൊന്നായി മാർക്കോ വിലയിരുത്തപ്പെട്ടു, ആരാധകരെ ആകർഷിച്ചു, അതിന്റെ വലിയ സാമ്പത്തിക വിജയത്തിൽ പങ്കുവഹിച്ചു. മാർക്കോ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ 100 കോടിയിലധികം വരുമാനം നേടി. കൂടാതെ ഇതിനെ ആഗോള അംഗീകാരം നേടുന്ന ദിശയിലേക്ക് നയിച്ചു. ഇപ്പോൾ ഈ ചിത്രം ദക്ഷിണ കൊറിയയിൽ റിലീസ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇത് മലയാള സിനിമയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ അംഗീകാരം നേടിക്കൊടുക്കുന്നതാണ്. ചിയാൻ വിക്രമിന്റെ സാധ്യതകൾ. തെക്കേ ഇന്ത്യൻ സിനിമയിൽ മഹത്തായ താരമായ ചിയാൻ വിക്രം തന്റെ രൂപാന്തര അഭിനയ ശൈലിയിലും പ്രതിബദ്ധതയിലും പ്രശസ്തനാണ്. ഐലെ ഭൗതികമായ മാംസക്കെട്ടുകളും രാവണനിലെ ചങ്കുതകരുന്ന പ്രകടനങ്ങളും പോലെയുള്ള കഥാപാത്രങ്ങളിൽ അദ്ദേഹം കാഴ്ചവെച്ച കഴിവുകൾ ആരാധകരുടെ മനസ്സിൽ ആഴത്തിൽ തങ്ങി. മാർക്കോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട പദ്ധതിയിൽ വിക്രമിന്റെ പങ്കാളിത്തം അദ്ദേഹത്തിന്റെ ആരാധകർക്കിടയിൽ വലിയ ആവേശമുണർത്തിയിരിക്കുകയാണ്. മാർക്കോ സീരീസിൽ ചിയാൻ വിക്രമിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ ഒരു പുതിയ സിനിമാ പദ്ധതിയിൽ അദ്ദേഹത്തിന്റെ പങ്കാളിത്തം തെക്കേ ഇന്ത്യൻ ചലച്ചിത്ര നിർമ്മാണത്തിന്റെ വലിപ്പത്തിലും ആകർഷകത്വത്തിലും മാറ്റങ്ങൾ വരുത്താനിടയുണ്ടായിരിക്കുന്നു. വിക്രമിന്റെ ആഗോള ആരാധകവൃന്ദവും അദ്ദേഹത്തിന്റെ താരശക്തിയും ഈ പദ്ധതികളെ കൂടുതൽ ഉയർത്തിയേക്കാം. പ്രതീക്ഷകളും ഭാവി സാധ്യതകളും. ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ ഇപ്പോഴും ഉണ്ടാകാത്തതുകൊണ്ട് ആരാധകരും സിനിമാ സംസ്കാരവും ഇപ്പോൾ കാത്തിരിക്കുകയാണ്. ഈ സഹകരണം മാർക്കോ 2-ക്കായാണെങ്കിൽ മലയാളം സിനിമയും തമിഴ് സിനിമയും തമ്മിൽ മികച്ച സംയോജനം സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരു പുതിയ നവീനമായ സിനിമാ സമ്പത്തിനായിരിക്കാം ഇത് വഴിയൊരുക്കുക. ഷെരീഫ് മുഹമ്മദ്, ചിയാൻ വിക്രം എന്നിവരുടെ കൂടിക്കാഴ്ച തെക്കേ ഇന്ത്യൻ സിനിമയുടെ വിശാലമായ അനുബന്ധതയുടെ പ്രതീകമായി വിലയിരുത്താം. ഭാഷയോ മേഖലകളോ അതിരുകളല്ലാതെ ഒരുമിച്ചുള്ള കഴിവും ആശയങ്ങളും സിനിമാലോകത്തെ സമ്പന്നമാക്കുന്ന പുതിയ പാതകൾ തുറന്നിടുന്നു. ആശയങ്ങൾ ശരിയാണെങ്കിൽ വിക്രവും ഷെരീഫും ഒന്നിക്കുന്നതിലൂടെ ഇന്ത്യൻ സിനിമയിൽ ഒരു പുതിയ മാനദണ്ഡം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ഫാൻസും പ്രേക്ഷകരും ആ ആവേശകരമായ പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ്.